നമസ്തേ. വിങ്സ് അക്കാഡമിയുടെ ഹിന്ദി കേറ്ററ്റ് കാറ്റഗറി 3 and 4 UPST HST ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹിന്ദി ഭാഷ എന്ന വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ PSCയുടെ ചോദ്യ പേപ്പറുകളിലാണെങ്കിലും ശരി തന്നെ, നമ്മുടെ ഹിന്ദിയുമായി ബന്ധപ്പെട്ട മത്സര പരീക്ഷകളെല്ലാം തന്നെ നമുക്ക് സിലബസിൽ ഉൾപ്പെടുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ് ഹിന്ദി ഭാഷ എന്ന ടോപ്പിക്. അപ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടം എന്നോളം നമ്മൾ ഇന്ന് ഇതിനെ കുറിച്ചിട്ട് ആമുഖപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ഈ ക്ലാസ്സിൽ. അപ്പോൾ ഞാൻ ബോർഡിൽ കുറച്ച് പോയിന്റുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ പോയിന്റുകൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇന്നിവിടെ ആരംഭിക്കുന്നത്. നോക്കിയേ, നമുക്ക് ഹിന്ദി ഭാഷയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഭാഷ എന്ന് പറയുന്ന പദം സംസ്കൃതത്തിലെ ഭാഷ് ധാതുവിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉദ്ഭവിച്ചിട്ടുള്ളത്. അതെന്താണ് ഓറിജിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, സംസ്കൃതത്തിലെ ഭാഷ എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് ഭാഷ എന്ന പദം എന്താണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ഓർത്ത് വയ്ക്കുക. രണ്ടാമത് നമുക്കറിയാം, ഭാഷ അറിയാം, ആശയവിനിമയത്തിനുള്ള ഉപാധിയാണെന്നറിയാം. ഒരാളിലുള്ള കാര്യങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന മീഡിയം ആയിട്ടാണ് നമ്മൾ എന്താണ് ഭാഷയെ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യാറുള്ളത്, അല്ലെ? പക്ഷേ ഇവിടെ പറയുക നോക്കുക, എല്ലാവരും ഈ പറഞ്ഞിരിക്കുന്ന ഭാഷ എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കാനും അതുപോലെ ബധാന കാര്യങ്ങൾ പറയുന്നതിനും പറയിപ്പിക്കുന്നതിനും അതുപോലെ നമുക്ക് ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് വ്യക്തവാണിദ്വാര എന്ന് വെച്ചാൽ വ്യക്തമായ വാക്കുകളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുമാണ് നമ്മൾ എന്തിനെ ഉപയോഗിക്കുന്നത്, ഭാഷയെ ഉപയോഗിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് കണ്ടോ, ഞാനിവിടെ എഴുതിയിട്ടുണ്ട് എന്താണ്, അതായത് 3000 എന്നാണ്, അല്ലെ? അപ്പൊ നോക്കിയാൽ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇതിന്റെ മറ്റൊരു പദമായിട്ടാണ് 3000 എന്ന് ഇവിടെ ഞാൻ എന്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതായത് ഏതാണ്ട് നമ്മുടെ ലോകത്ത് തന്നെ 3000-ലധികം ഭാഷകളാണ് എന്താണ് സംസാരിക്കപ്പെടുന്നത് കേട്ടോ. 3000-ലധികം ഭാഷകളാണ് എന്താണ് നമ്മുടെ ലോകത്ത് ആകമാനം സംസാരിക്കപ്പെടുന്നത്. നോക്കിയേ, നമുക്കിവിടെ ഹിന്ദി ഭാഷ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാഷയുടെ ഏറ്റവും പ്രാചീന രൂപം നമുക്ക് എവിടെ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്? കാണുന്നത് കണ്ടോ, ഈ ഋഗ്വേദ സംഹിതയിൽ നിന്നാണ് ഭാഷയുടെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള രൂപം നമുക്ക് എന്താണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ തന്നെ ആദ്യത്തെ എന്താണ് പ്രഥമ ദേശഭാഷ, ആദ്യത്തെ ദേശഭാഷയായിട്ട് നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത് ഏത് ഭാഷയാണ്? പാലിയാണ്. ഈ പാലിയെ മറ്റൊരു രൂപത്തിൽ കൂടി എന്താണ് അറിയപ്പെടുന്നുണ്ട്, അതാണ് പുരാനി പ്രാകൃത്. എന്താണ് പേരെന്താണ്? പുരാനി പ്രാകൃത് എന്ന പേരിൽ കൂടി നമ്മൾ എന്താണ് അറിയപ്പെടുന്നുണ്ട്. നോക്കിയേ, ഈ ലോകത്തിലെ തന്നെ ഭാഷാ പണ്ഡിതനായിട്ട് അറിയപ്പെടുന്ന ജോർജ് ഗേഴ്സൺ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് 179 ഭാഷകൾ, എത്ര ഭാഷകളാണ്? 179 ഭാഷകളും ഭാരതത്തില് 544 ബോലികളും എന്താണ് സംസാരിക്കപ്പെടുന്നത്. അപ്പൊ ഭാരതത്തില് നമ്മുടെ ജോർജ് ഗേഴ്സന്റെ അഭിപ്രായ പ്രകാരം എത്രയാണ്? ഏതാണ്ട് 179 ഭാഷകളും 544 ബോലികളും എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കപ്പെടുന്നുണ്ട്. നോക്കിയേ, ഇനി ഭാഷയിൽ ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1 മാർക്കിന്റെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. PSCയുടെ ക്വസ്റ്റ്യനൊക്കെ എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, നമ്മുടെ ഭാഷയുടെ ഏറ്റവും ആദ്യത്തെ അതിനെയാണ് നമ്മുടെ പ്രഥമ അല്ലായെങ്കിൽ ഏവം കൂടാതെ നോക്കിയേ ചോട്ടി ഇക്കായ്, അതായത് ഏറ്റവും ചെറിയ യൂണിറ്റ് ആയിട്ട് അറിയപ്പെടുന്നത് എന്തിനെയാണ്ടാ? ഈ പറയുന്ന ധ്വനിയാണ്. അപ്പം ഭാഷയുടെ ഏറ്റവും ചെറിയ ഇക്കായി ആയിട്ട് അറിയപ്പെടുന്നത് എന്താണ്? ധ്വനി. എന്നാൽ രണ്ടാമത് ദ്വിതീയ എന്ന് നമുക്ക് അറിയപ്പെടുന്നത് എന്തിനെയാണ്ടാ? ശബ്ദമാണ്. എന്താണ് പറയുക? ശബ്ദ്. എന്നാൽ ഭാഷയുടെ ഏറ്റവും എന്താണ് ബെടി ഇക്കായിക്ക രൂപമേ, വലിയ യൂണിറ്റ് രൂപത്തിൽ നമ്മൾ അറിയപ്പെടുന്നത് എന്തിനെയാണ്? വാക്യത്തെയാണ്. എന്താണ് പറയുക? വാക്യം. ഓക്കെ.